ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിസിവിൽ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് മെഷീൻ ടൂൾസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ ഒരു സർട്ടൻ പോർഷൻസ് കവർ ചെയ്തിരുന്നു. പിന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിൽ നിന്നും ഒരു സർട്ടൻ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ടൂൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് പ്രകാരം മെഷീൻ ടൂൾസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റഡി ഓഫ് പാർട്സ്, വർക്കിംഗ്, ഡിഫറെന്റ് ഓപ്പറേഷൻ ഓഫ് ലേറ്റ്സ്, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലാനിംഗ് മെഷീൻ, വേരിയസ് അറ്റാച്ച്മെന്റ്സ്, ക്വിക്ക് റിട്ടേൺ മെക്കാനിസംസ്. ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ ഈ യെല്ലോ ഹൈലൈറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ റെഡ് ഹൈലൈറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വരാൻ പോകുന്ന വീഡിയോസിൽ കവർ ചെയ്യും. അപ്പോൾ പറയുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 വീഡിയോസ് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ടോട്ടലി കവർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിലേക്ക് പോയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എന്താണ് മെഷീൻ ടൂൾ, അതിന്റെ പർപ്പസ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്? ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരുന്നു. ഒന്നിലധികം പാർട്സ് അസംബിൾ ചെയ്തിട്ടാണ് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഫോം ചെയ്യുന്നത്. അത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിന്റെ കേസ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ മെഷീൻസും ഒന്നിലധികം പാർട്സ് അസംബിൾ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ പാർട്സിന് എല്ലാത്തിനും പല ഷേപ്പുകളും പല സൈസുകളും ആയിരിക്കും. അപ്പോൾ പല ഷേപ്പിലും അല്ലെങ്കിൽ പല സൈസിലുള്ള ഈ പാർട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഈ ഇമേജിലൊന്ന് നോക്കുക. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഇമേജ്, ഇതെന്താണിത്? ഇതൊരു ഇരുമ്പിന്റെ ഒരു സോളിഡ് ബ്ലോക്ക് ആണ്. എന്ന് വെച്ചാൽ ഒരു ഇരുമ്പും കട്ട, ഒരു സോളിഡ് റെക്ടാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്ട്. ഇത് ഐസ് എഞ്ചിൻ പോലെ തന്നെ ഏതോ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഷീന്റെ ഒരു പാർട്ടാണത്. അപ്പോൾ ഈ പാർട്ട് നമുക്ക് ഈ ഇരുമ്പിന്റെ ബ്ലോക്കിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് സാധ്യമാവുന്നത് മെഷീൻ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. മെഷീൻ ടൂൾസ് ആണ് ഈ ഒരു ഇരുമ്പിന്റെ സോളിഡ് ബ്ലോക്കിനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലുള്ള ഒരു പാർട്ടാക്കി മാറ്റുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് നോക്കിയാൽ കാണാം, ഈ പാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ആ ബ്ലോക്കിന്റെ കമ്പാരിസണിൽ കുറവാണ്. അതിന്റെ ഷേപ്പ് ബ്ലോക്കിന്റെ കമ്പാരിസണിൽ വ്യത്യസ്തമാണ്. അതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയ ബ്ലോക്ക് ആയിരുന്നു, പക്ഷെ ഇതിന്റെ ഷേപ്പ് വേറെ എന്തോ ഷേപ്പാണ്. അത് പോരാഞ്ഞിട്ട് ഈ രണ്ട് ഡിഫറൻസ് കൂടാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പാർട്ടിൽ ഡ്രിൽ ചെയ്തിട്ടുള്ള ഹോൾസ് ഉണ്ട്, ത്രെഡഡ് ഹോൾസ് ഉണ്ട്, സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് ഈ പാർട്സിന്റെ. അപ്പൊ ഇതെല്ലാം പോസിബിൾ ആവുന്നത് മെഷീൻ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി താഴെ ഇമേജ് നോക്കുക. ഇവിടെ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഇമേജ് നോക്കുക. ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മൾ ഐസ് എഞ്ചിനിൽ പഠിച്ചിരുന്നു. ഇതാണ് സിലിണ്ടർ ബ്ലോക്ക്. അപ്പോൾ ഈ കേസിൽ എന്താണ്? ഇതാണ് റോ മെറ്റീരിയൽ. പക്ഷെ ഈ റോ മെറ്റീരിയലിന് ഓൾറെഡി ഒരു ഷേപ്പ് ഉണ്ട്, ഒരു സൈസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഷേപ്പും സൈസും കൊണ്ട് മാത്രം പോരാ, നമുക്ക് ഇവിടെ സർഫേസ് ഫിനിഷ് വേണം. ഈ ബ്ലോക്സിന്റെ മുകളിൽ സർഫേസ് ഫിനിഷ് വേണം, ഈ സിലിണ്ടറിന്റെ ഉൾവശത്ത് സർഫേസ് ഫിനിഷ് വേണം. അപ്പോൾ അതും നമുക്ക് ഈ മെഷീൻ ടൂൾ വെച്ചിട്ട് പോസിബിൾ ആണ്. അല്ല അഡീഷണൽ ഹോൾസ് വേണം, അല്ലെങ്കിൽ ഹോൾസ് ത്രെഡ് ചെയ്യണം, ഇതെല്ലാം മെഷീൻ ടൂൾസ് വെച്ചിട്ട് പോസിബിൾ ആണ്. അല്ലെങ്കിൽ മെഷീൻ ടൂൾസ് എല്ലാം ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം, ഇതെല്ലാം സർഫേസ് ഫിനിഷ് ചെയ്തിട്ടുള്ള ആ ബ്ലോക്ക് തന്നെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഈ സിൽവർ കളർ കാണുന്നത് ഈ സർഫേസ് ഫിനിഷിംഗ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെഷീൻ ടൂൾസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് മെഷീൻ ടൂൾസിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ മെഷീൻ വിച്ച് പെർഫോംസ് മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് ടൂൾസ് ടു പ്രൊഡ്യൂസ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഡെഫിനിഷനിലത്തെ കീവേഡ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ, ടൂൾസ്, ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഇതാണ് 3 കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടിരുന്നു, ഒരു ഇരുമ്പിന്റെ റെക്ടാങ്കുലർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലും സൈസിലുള്ള ഒരു പാർട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ആ പാർട്ടിന്റെ സൈസ് ആ ബ്ലോക്കിന്റെ കമ്പാരിസണിൽ കുറവായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമായത്? മെറ്റീരിയൽ റിമൂവൽ വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ റിമൂവൽ ഡെഫിനിഷനിൽ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ടൂൾസ്. ഇത് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് എങ്ങനെയാണ്? ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ടൂൾസ് ടു പ്രൊഡ്യൂസ് ഡിഫറെന്റ് പ്രോഡക്റ്റ്. അപ്പോൾ ആ കേസിൽ എന്തായിരുന്നു? ബ്ലോക്ക് ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. എന്താണ്? പാർട്ട്, വേറൊരു സൈസിലും ഷേപ്പിലുള്ള ഒരു പാർട്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെന്റ് പ്രോഡക്ട്സ്. നെക്സ്റ്റ് എന്താണ്? മെഷീൻ ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ഫോളോയിങ് പർപ്പസസ്. പോയിന്റ് നമ്പർ 1, ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ റേറ്റ്. ഈ മെഷീൻ ടൂൾസ് വരുന്നതിന് മുമ്പ് മനുഷ്യൻ അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റഡ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ജോബ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു ദിവസം വിചാരിച്ചാൽ 1-2 പാർട്സ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുക. പക്ഷേ ഒരു മെഷീൻ ടൂൾ വെച്ചിട്ട് നമുക്ക് 100 അല്ലെങ്കിൽ 200 പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊഡക്ഷൻ റേറ്റ് ഇംപ്രൂവ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ റേറ്റ്. സെക്കൻഡ് പോയിന്റ് എന്താ? ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ റേറ്റ് കൂടുമ്പോൾ
ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ റേറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ റേറ്റ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. പോയിന്റ് നമ്പർ 3, ടു അച്ചീവ് ബെറ്റർ ക്വാളിറ്റി. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ചെയ്യേണ്ട പണി ഒരു മെഷീൻ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് വേസ്റ്റേജ്. ഇപ്പൊ എന്ന് വെച്ചാൽ മെഷീൻ വെച്ച് നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അതിൽ റീവർക്സ് അല്ലെങ്കിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജസ് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ കുറവ് വേസ്റ്റേജസ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് ടു റെഡ്യൂസ് വേസ്റ്റേജ്. നെക്സ്റ്റ് എന്താണ്? മെഷീൻ ടൂൾസ് ആർ ജനറലി ദ പവർ ഡ്രിവൻ metal cutting or metal farming machine used to alter change the workpiece to require shape and size. ഇത് നേരത്തെ പറഞ്ഞ ഡെഫിനിഷനോട് സിമിലർ ആണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പവർ ഡ്രിവൻ. പവർ ഡ്രിവൻ എന്ന് വെച്ചാൽ ഈ മെഷീൻ ടൂൾസ് ആർ ഐദർ ഓപ്പറേറ്റഡ് ഓർ കൺട്രോൾഡ് ബൈ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എനർജി ഇൻസ്റ്റെഡ് ഓഫ് മാനുവൽ ലേബർ. എന്ന് വെച്ചാൽ ഈ മെഷീൻസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ടാണ്, അല്ലാതെ മാനുവൽ ലേബർ വെച്ചിട്ടല്ല. അപ്പൊ അതാണ് ഈ പവർ ഡ്രിവൻ എന്ന വേർഡിലൂടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പാർട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇവിടെ ഷേപ്പിലും സൈസിലും വന്നിട്ടുള്ള ഡിഫറൻസ് അല്ലാതെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഈ പാർട്സിലുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്കൊരു ഹൊറിസോണ്ടൽ ഹോൾസ് കാണാം, വെർട്ടിക്കൽ ഹോൾസ് കാണാം, റൗണ്ടഡ് എഡ്ജസ് കാണാം, സ്ക്വയർ എഡ്ജസ് കാണാം, സ്ലോട്ട്സ് കാണാം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കാണാം. ഇതൊക്കെ ഈ പാർട്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഓരോ ഓപ്പറേഷൻസ് വഴിയാണ്. അപ്പൊ ഈ ഓപ്പറേഷനിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഡ്രില്ലിംഗ്. ഇപ്പൊ നമ്മുടെ വീട്ടുകളിലൊക്കെ നമ്മൾ ഒരു ചുമരിന്റെ മുകളിൽ ഹോള് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ ഹോള് എന്നെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രിൽ മെഷീൻ. ഡ്രിൽ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഡ്രിൽ ചെയ്യും. അപ്പൊ ആ ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഡ്രില്ലിംഗ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഈ പാർട്ടിന്റെ മുകളിൽ നമുക്കൊരു ഹോൾ വേണമെങ്കിൽ, ഇവിടെ നോക്കാം, ഈ ഒരു ഹോൾ വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷന്റെ പേരാണ് ഡ്രില്ലിംഗ്. ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഫോർ ബിക്കമിങ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ആ റെക്ടാംഗുലർ ബ്ലോക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത റെക്ടാംഗുലർ ബ്ലോക്കിൽ നിന്ന് ഈ ഷേപ്പിലും സൈസിലുള്ള പാർട്ട്, പിന്നെ അതിൽ ഹോൾസ്, സ്ലോട്ട്സ്, ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറി. എന്ന് വെച്ചാൽ ഇത് ചെന്നിട്ട് ഇനി ഇതിന്റെ മദർ എക്യുപ്മെന്റിനോടോ അല്ലെങ്കിൽ മദർ മെഷീൻ്റെ ഒപ്പം ഇതിന് ഫിറ്റ് ആവാൻ പറ്റും. എന്നുവെച്ചാൽ ഇതിൽ ഹോൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഇത് മദർ എക്യുപ്മെന്റ് ആയിട്ട് ഫിറ്റ് ആവും. അപ്പോൾ ഇതാണ് ഫിനിഷ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഒരു വട്ടം വായിക്കാം. ഫോർ ബിക്കമിങ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വേരിയസ് ഓപ്പറേഷൻസ് സച്ച് ആസ് ടേണിംഗ്, ഡ്രില്ലിംഗ്, മില്ലിംഗ്, ത്രെഡിംഗ്, റീമിംഗ്, ഗ്രൈൻഡിംഗ് എക്സെട്ര ഹാവ് ടു ബി പെർഫോംഡ്. ഇതിൽ ഡ്രില്ലിംഗ് എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ടേണിംഗ്, മില്ലിംഗ്, ത്രെഡിംഗ്, റീമിംഗ്, ഗ്രൈൻഡിംഗ് ഇതെല്ലാം നമ്മൾ ഇനി വരാൻ പോകുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? എ വെറൈറ്റി ഓഫ് മെഷീൻ ടൂൾസ് ടു പെർഫോം ദിസ് ഓപ്പറേഷൻസ് ആൻഡ് ദ ചോയ്സ് ഓഫ് എ പെർട്ടിക്കുലർ മെഷീൻ എസെൻഷ്യലി ഡിപ്പെൻഡ്സ് ഓൺ. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ പലതരത്തിലുള്ള മെഷീൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് മെഷീൻ ടൂളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെ നമ്മുടെ പാർട്ട് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ഏത് മെഷീൻ ടൂളാണ് എന്ന ആവശ്യം യൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ 4 പോയിന്റ് വെച്ചിട്ടാണ്. പോയിന്റ് നമ്പർ 1, 2, 3, 4. പോയിന്റ് നമ്പർ 1 എന്താണ്? മെറ്റീരിയൽ ഓഫ് ദ വർക്ക് പീസ്. എന്ന് വെച്ചാൽ അത് ഇരുമ്പാണോ, അലുമിനിയം ആണോ, കോപ്പർ ആണോ, അതിന്റെ ബേസിസിലാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് എന്താണ്? നേച്ചർ ഓഫ് മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ആണോ നമുക്ക് ചെയ്യുന്നത്? ഡ്രില്ലിംഗ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്ലോട്ട് ആണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണോ ഉണ്ടാക്കേണ്ടത്, എന്താണ് ആവശ്യം, എന്ത് മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻ ആണോ ആവശ്യം, അതിനനുസരിച്ചിട്ട്. തേർഡ് പോയിന്റ് എന്താണ്? നമ്പർ ഓഫ് പാർട്സ് ടു മെഷീൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടാണോ മെഷീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്നിലധികം പാർട്സ് ഒരേ സമയം മെഷീൻ ചെയ്യണോ, അതിന്റെ ബേസിസിൽ. ഫോർത്ത് എന്താണ്? ഡിഗ്രി ഓഫ് ആക്യുറസി ഡിസൈഡ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന സ്പേസ് ക്രാഫ്റ്റ്, അതിന്റെ ഒരു പാർട്ടിന് ആവശ്യമുള്ള ആക്യുറസി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഈ റൈസ് മില്ല് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിന്റെ പാർട്ടിന്റെ ആക്യുറസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ കുറവ് ആക്യുറസി ഉള്ള പാർട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേറൊരു ടൈപ്പ് മെഷീൻ ടൂളും, ഹയർ ആക്യുറസി ഉള്ള ഒരു പാർട്ട് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ടൂൾ ആയിരിക്കും. അപ്പോൾ ഈ ആക്യുറസി, എത്ര ആക്യുറസി നമുക്ക് വേണം, ആ ബേസിസിലും കൂടിയാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് എന്ന് വായിച്ചിരുന്നു. ഇനി നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. ആ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടിയും കോൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ ആദ്യം നമുക്ക് ടേണിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ ടേണിങ്ങിൽ നിങ്ങൾക്ക് കാണാം ഒരു ടൂള് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് കാണാം. മെറ്റീരിയൽ റിമൂവൽ വഴി വേറൊരു ഷേപ്പിലും സൈസിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ടൂളും മൂവ് ചെയ്യുന്നുണ്ട്,
മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പെർട്ടിക്കുലർ ടൂളും മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് പീസ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേണിങ് കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് വരാൻ പോകുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീഡിയോ എന്ന് പറയുന്നത് മില്ലിംഗ് ആണ്. ഇവിടെ മില്ലിംഗ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഏത് മെഷീൻ ടൂൾ വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്സ് ടു മെഷീൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം പാർട്സ് ഒരേ സമയം മെഷീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷീൻ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതൊരു പാർട്ടാണ്, ഇതൊരു പാർട്ടാണ്, ഇതൊരു പാർട്ടാണ്. എന്ന് വെച്ചാൽ ഒന്നിലധികം പാർട്സ് ആണ് ഒരേ സമയം മില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീനാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മില്ലിംഗ് മെഷീൻ്റെ വീഡിയോ ഒരു വട്ടം കൂടി പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് മില്ലിംഗ്. നെക്സ്റ്റ് നമുക്ക് ഡ്രില്ലിംഗ്, ത്രെഡിങ്, ഈ രണ്ട് ഓപ്പറേഷൻസിന്റെ വീഡിയോസ് ഒന്ന് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡ്രില്ലിംഗ് ആണ്. അത് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആണ്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ഇതാണ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള ത്രെഡിങ് നോക്കാം. ഇതാണ് ത്രെഡിംഗ് ഓപ്പറേഷൻ. ത്രെഡ്സ് ഫോം ചെയ്യുന്നത് ടൂള് യൂസ് ചെയ്തിട്ട് ത്രെഡ് ഫോം ചെയ്യുന്ന ഓപ്പറേഷനാണ് ത്രെഡിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരാൻ പോകുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീമിംഗ് ആണ്. അതിനെയും കൂടി വീഡിയോ ഒന്ന് കാണാം. ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ വരാൻ പോകുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ആ വിഷ്വൽസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താണ് റീമിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് റീമിംഗ് എന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം അവിടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു മെഷീൻ ടൂളിന് ആവശ്യമായിട്ടുള്ള കേപ്പബിലിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം വായിച്ചു നോക്കാം. ഇനി മെഷീൻ ടൂൾ ചോസൺ വിൽ ഹാവ് ദ കേപ്പബിലിറ്റി ടു. ഇത് 3 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2 ആൻഡ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 1 പറയുന്നത് ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ വർക്ക് പീസ് ആൻഡ് കട്ടിംഗ് ടൂൾ. എന്താണ് വർക്ക് പീസ്? നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ഇരുമ്പിന്റെ സോളിഡ് ബ്ലോക്കിനെ കുറിച്ചിട്ട്. ആ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ബ്ലോക്കിനെയാണ് നമ്മൾ വർക്ക് പീസ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ വേറൊരു എക്സാമ്പിൾ നമ്മൾ സിലിണ്ടർ ബ്ലോക്കിന്റെ പറഞ്ഞിരുന്നു. ആ ബ്ലോക്കിനെയും നമ്മൾ വർക്ക് പീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തിന്റെ മേലെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനെയാണ് നമ്മൾ വർക്ക് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വർക്ക് പീസ്? ക്ലിയർ ആയല്ലോ. ഇനി ഈ വർക്ക് പീസിനെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളിനെയാണ് നമ്മൾ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇനി പോയിന്റ് നമ്പർ 1 എന്താണ്? ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ വർക്ക് പീസ് ആൻഡ് കട്ടിംഗ് ടൂൾ. എന്ന് വെച്ചാൽ മെഷീൻ ടൂളിനെ ഈ വർക്ക് പീസിനെയും കട്ടിംഗ് ടൂളിനെയും ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. ഈ കേപ്പബിലിറ്റി ഉള്ളതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കട്ടിംഗ് ടൂൾ വന്നിട്ട് വർക്ക് പീസുമ്പോൾ തട്ടുമ്പോൾ വർക്ക് പീസ് താഴേക്ക് വീഴുക അല്ലെങ്കിൽ തെറിച്ച് പോവുകയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഇതിനെ ഫേം ആയിട്ട് ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ രണ്ടിനെയും വർക്ക് പീസിനെയും കട്ടിംഗ് ടൂളിനെയും ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി മെഷീൻ ടൂളിന് വേണം. ഇനി പോയിന്റ് നമ്പർ 2 പറയുന്നത് ഇമ്പാർട്ട് സ്യൂട്ടബിൾ റെസിപ്രോക്കേറ്റിംഗ് ഓർ റോട്ടറി മൂവ്മെന്റ് ടു ദ കട്ടിംഗ് ടൂൾ ഓർ വർക്ക് പീസ്. ഇതിന്റെ മുന്നത്തെ സ്ലൈഡ്സിൽ നമ്മൾ ചില ഓപ്പറേഷൻസിന്റെ വീഡിയോസ് കണ്ടിരുന്നു. ആ വീഡിയോസ് നിങ്ങൾ ഒരു വട്ടം കൂടി ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൽ ഒന്നെങ്കിൽ വർക്ക് പീസ് അല്ലെങ്കിൽ ടൂള് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതും ടൂള് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതും കാണാം. അപ്പോൾ ഈ പെർട്ടിക്കുലർ റോട്ടറി മൂവ്മെന്റ് ഐദർ കട്ടിംഗ് ടൂളിന് അല്ലെങ്കിൽ വർക്ക് പീസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി മെഷീൻ ടൂളിന് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ്, ആ റീമിങ്ങിന്റെ വീഡിയോ ഒരു വട്ടം കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിൽ ഈ ടൂള് എന്ന് വെച്ചാൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം, ഈ ടൂള് മുന്നോട്ടും പിന്നോട്ടും ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ മുന്നോട്ടും പിന്നോട്ടും ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മൂവ്മെന്റ്സും ഐദർ കട്ടിംഗ് ടൂളിന് അല്ലെങ്കിൽ വർക്ക് പീസിനോ അല്ലെങ്കിൽ രണ്ടിനും കൊടുക്കാനുള്ള കേപ്പബിലിറ്റി മെഷീൻ ടൂളിന് വേണം. അതാണ് പോയിന്റ് നമ്പർ 2 പറയുന്നത്. ഇനി പോയിന്റ് നമ്പർ 3, റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് and feeding movement between the tool and workpiece so that the desired cutting action, accuracy and repeatability can be achieved. ഈ പോയിന്റ് പറയുന്നത് വെച്ചാൽ കട്ടിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സ്പീഡ് അത് റെഗുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. വെച്ചാൽ അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെച്ചാൽ ഓരോ മെറ്റീരിയലിനും ഓരോ ഹാർഡ്നെസ് ആയിരിക്കും. അപ്പോൾ ആ ഹാർഡ്നെസ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ എന്ത് ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ടിംഗ് സ്പീഡ് റെഗുലേറ്റ് ചെയ്യണം. അത് എപ്പോഴും ഒരേ കട്ടിംഗ് സ്പീഡിൽ നമുക്ക് എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റില്ല. അതിൽ എല്ലാ മെറ്റീരിയൽസിന്റെ മേലെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റെഗുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. അതുകൊണ്ടാണ് റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡിംഗ് മൂവ്മെന്റ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് വർക്ക് പീസ്. എന്താണ് ഫീഡിംഗ് മൂവ്മെന്റ്?
ഈ ഫീഡിങ്ങിന്റെ വീട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫീഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തിനെങ്കിലും നമുക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫീഡിങ് വേർഡിലൂടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫീഡിങ് വേർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ടൂളാണ് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ടൂളിന്റെ അടുത്തേക്ക് വർക്ക് പീസിനെ നമ്മൾ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് പീസിന്റെ അടുത്തേക്ക് ടൂളിനെ നമ്മൾ ഫീഡ് ചെയ്യണം. ഇതിൽ രണ്ടിൽ എന്തെങ്കിലും നടക്കുമ്പോൾ മാത്രമാണ് ഡിസൈഡ് കട്ടിങ് ആക്ഷൻ നടക്കുന്നത്, എന്ന് വെച്ചാൽ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പൊ അതാണ് ഈ ലൈനിൽ എഴുതിയിരിക്കുന്നത്, ഫീഡിങ് മൂവ്മെന്റ് ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് വർക്ക് പീസ് സോ ദാറ്റ് ദ ഡിസൈഡ് കട്ടിങ് ആക്ഷൻ അക്യുറസി. എന്ന് വെച്ചാൽ ഈ വർക്ക് പീസിന്റെ അടുത്തേക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഡിസൈഡ് കട്ടിങ് ആക്ഷൻ നടക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്യുറസിയും പിന്നെ അത് റിപ്പീറ്റബിലിറ്റിയും ക്യാൻ ബി അച്ചീവ്ഡ്. ഇതാണ് ഈ പോയിന്റ് നമ്പർ 3 മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലേത്ത് മെഷീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ലേത്ത് മെഷീന്റെ ഇമേജ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ഇതിന്റെ വർക്കിംഗ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ദ ലേത്ത് ഈസ് എ മെഷീൻ ടൂൾ which holds the workpiece between two rigid and strong supports called centers or in a chuck or faceplate which revolves workpiece. അപ്പോൾ ഇത്രയാണ് കീ പോയിന്റ്സ്. എന്ന് വെച്ചാൽ ഈ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സെന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ചക്കാണ്, അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ വർക്ക് പീസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൈൻ മീൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ലൈൻ, ദ കട്ടിംഗ് ടൂൾ ഈസ് റിജിഡ്ലി ഹെൽഡ് ആൻഡ് സപ്പോർട്ടഡ് ഇൻ എ ടൂൾ പോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ പഠിച്ചിരുന്നു വർക്ക് പീസിനെ എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്തിരിക്കുന്നതും സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സെന്റേഴ്സ് അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് ആണ്, അത് റൊട്ടേറ്റ് ചെയ്യും. ടൂളിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ടൂൾ പോസ്റ്റ് ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ടൂൾ പോസ്റ്റ്, വിച്ച് ഈസ് ഫെഡ് അഗെയിൻസ്റ്റ് ദ റിവോൾവിംഗ് വർക്ക്. അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫീഡിങ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ടൂളിന്റെ അടുത്തേക്ക് വർക്ക് പീസിനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വർക്ക് പീസിന്റെ അടുത്തേക്ക് ടൂളിനെ കൊണ്ടു ചെല്ലണം. അപ്പൊ ഈ കേസിൽ പറയുന്നത് എന്താ വെച്ചാൽ ടൂളിനെയാണ് വർക്ക് പീസിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് സപ്പോർട്ടഡ് ഇൻ എ ടൂൾ പോസ്റ്റ് വിച്ച് ഈസ് ഫെഡ് അഗെയിൻസ്റ്റ് ദ റിവോൾവിംഗ് വർക്ക്. എന്ന് വെച്ചാൽ റിവോൾവ് ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ലൈനിൽ പഠിച്ചിരുന്നു, റിവോൾവ് ചെയ്യുന്ന വർക്ക് പീസിന്റെ അടുത്തേക്ക് നമ്മൾ ഈ ടൂളിനെ കൊണ്ടു ചെല്ലുകയാണ്, ഫീഡ് ചെയ്യാണ്. ഈ നെക്സ്റ്റ് ലൈൻ നമുക്ക് വായിക്കാം. ദ നോർമൽ cutting operations are performed with the cutting tool fed either parallel or at right angles to the axis of the work. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ താഴെ കൊടുക്കുന്ന ഈ ഇമേജ് ഒന്ന് നോക്കുക. ഒരു സ്കീമാറ്റിക് ഡയഗ്രം ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് വർക്ക് പീസ്. എന്നുവെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഈ വർക്ക് പീസിന്റെ ആക്സിസ് ആണിത്. ഇതാണ് ടൂളിന്റെ ആക്സിസ് ആണ് ഇത്. അപ്പോൾ ഈ ആക്സിസ് ലൈൻ ഇത്തിരി ചെരിഞ്ഞു പോയി. ആക്ച്വലി ഞാൻ മെയിൻ ചെയ്തെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം വർക്ക് പീസിന്റെയും ടൂളിന്റെ ആക്സിസ് ഫോം ചെയ്യുന്ന ഒരു 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾ. അതേപോലെ തന്നെ ചില കേസിൽ ചിലപ്പോൾ ടൂളിന്റെ ആക്സിസും വർക്ക് പീസിന്റെ ആക്സിസും പാരലൽ ആയിരിക്കും. ഇതായിരിക്കും വർക്ക് പീസിന്റെ ആക്സിസും ഇതായിരിക്കും ടൂളിന്റെ ആക്സിസ്. അപ്പോൾ ഇത് പാരലൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ദ നോർമൽ കട്ടിംഗ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് വിത്ത് കട്ടിംഗ് ടൂൾ ഫെഡ് ഐദർ പാരലൽ ഓർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക്. ഇനി നെക്സ്റ്റ് ലൈൻ പറയുന്നത് നമുക്ക് നോക്കാം. ദ കട്ടിംഗ് ടൂൾ മേ ഓൾസോ ബി ഫെഡ് അറ്റ് ആൻ ആംഗിൾ റിലേറ്റീവ് ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് ഫോർ മെഷീനിങ് ടേപ്പേഴ്സ് ആൻഡ് ആംഗിൾസ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് ആംഗിളും പാരലൽ അല്ലാതെ ഒരു ആംഗിൾ റിലേറ്റഡ് ടു ദ ആക്സിസ് എന്ന് വെച്ചാൽ വേറെ ആംഗിൾസിലും ടൂളിനെ പ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ 45 ഡിഗ്രിയോ 30 ഡിഗ്രിയോ അങ്ങനത്തെ ആംഗിൾസിനെല്ലാം ആംഗിളിലും നമുക്ക് ടൂളിനെ പ്ലേസ് ചെയ്തിട്ട് ആ ടൂളിനെ വർക്ക് പീസിന്റെ അടുത്തേക്ക് ഫീഡ് ചെയ്യാം. അപ്പൊ അതാണ് ഈ ലൈൻസിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഓവർസിയർ ഗ്രേഡ് 3 എക്സാംസിന് ആവശ്യമായിട്ടുള്ള തിയറി ക്ലാസ്സസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ക്ലാസ്സസിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ ക്ലാസ്സസ് അതിന്റെ ലിങ്ക്സ് അതിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ്സസ് കാണുക, നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ അടുത്തായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അടുത്തിടെ ഞങ്ങളിട്ട വീഡിയോസ് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതിന്റെ മുന്നേയും കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓവർസിയർ ഗ്രേഡ് 3 ലെവലിലും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ എല്ലാവരും പോയി കാണുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പോർഷൻസിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേത്ത് മെഷീൻ എന്ന് വായിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് ലേത്ത് മെഷീൻ ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഐദർ ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, എന്നിട്ട് ആ പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും,
അല്ലെങ്കിൽ ഒരു പാർട്ട് തന്നിട്ട് ആ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലേത്ത് മെഷീന്റെ പാർട്സ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ഇമേജിൽ ലേത്ത് മെഷീന്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പാർട്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ടൂൾ പോസ്റ്റ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ വായിച്ചിരുന്നു, ഡെഡ് സെന്റർ വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ കാണാത്തതായിട്ടുള്ള എന്നുവെച്ചാൽ ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ള കുറെ പാർട്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഈ പാർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇമേജ് എന്തായാലും ഞാൻ എല്ലാ പാർട്സും വായിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെഡ്, ഫീഡ് ഗിയർ ബോക്സ്, ഹെഡ് സ്റ്റോക്ക്, സ്പിൻഡിൽ, ടെയിൽ സ്റ്റോക്ക്, റാക്ക്, അതേപോലെ തന്നെ ഒത്തിരി പാർട്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ പാർട്സിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നൊന്നായി നമ്മൾ ഇനി വരാൻ പോകുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇമേജ് എപ്പോഴും ഓർമ്മ വയ്ക്കുക, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് പാർട്സ് ഓഫ് ലേത്ത് മെഷീൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബെഡാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ് ലേത്ത് മെഷീൻ്റെ എവിടെയാണെന്ന് നോക്കാം. ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് ബെഡ്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇനി ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ബെഡ് ഈസ് എ ഹെവി റഗഡ് കാസ്റ്റിംഗ് ഇൻ വിച്ച് ആർ മൗണ്ടഡ് ദ വർക്കിംഗ് പാർട്സ് ഓഫ് ദ ലേത്ത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ മീൻ ചെയ്യുന്നത് ഈ ലേത്തിന്റെ വർക്കിംഗ് പാർട്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ബെഡിന്റെ മുകളിലാണ്. അപ്പോൾ ലേത്തിന്റെ വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ അപ്പർ പോർഷൻ മൊത്തം ലേത്തിന്റെ വർക്കിംഗ് പാർട്ടാണ്. ഈ പാർട്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ബെഡിന്റെ മേലെയാണ്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ലൈൻ പറയുന്നത്, ഇറ്റ് ക്യാരീസ് ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ഫോർ സപ്പോർട്ടിംഗ് ദ വർക്ക് പീസ്. നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പൽ സ്ലൈഡിൽ വായിച്ചിരുന്നു. സെന്റേഴ്സ് ആണ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് സെന്റർ, ഹെഡ് സ്റ്റോക്കിന്റെ പാർട്ടാണ് ലൈവ് സെന്റർ. പിന്നെ ഡെഡ് സെന്റർ, അത് ടെയിൽ സ്റ്റോക്കിന്റെ പാർട്ടാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ആണ് നമ്മുടെ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെഡ് സ്റ്റോക്കിനെയും ടെയിൽ സ്റ്റോക്കിനെയും ക്യാരി ചെയ്യുന്നത് എന്താണ്? ബെഡാണ്. അതാണ് സെക്കൻഡ് ലൈൻ മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് എ ബേസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് കാരേജ് അസംബ്ലി വിച്ച് ക്യാരീസ് ദ ടൂൾ. അപ്പോൾ നമ്മൾ ഇതും വർക്കിംഗ് പ്രിൻസിപ്പലിൽ വായിച്ചിരുന്നു. എന്ന് വെച്ചാൽ ലേത്തിന്റെ കേസിൽ വർക്ക് പീസിന്റെ അടുത്തേക്ക് ടൂളിനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ടൂൾ എവിടെയാണോ മൗണ്ട് ചെയ്തിരിക്കുക ആ പോർഷൻ മൂവിങ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഈ ടൂൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് ടൂൾ പോസ്റ്റിലാണ്. ഈ ടൂൾ പോസ്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത് കാരേജ്, ഇവിടെ അടിയിൽ നിങ്ങൾക്ക് വായിക്കാം കാരേജ്. അപ്പൊ ഈ മൊത്തം ഈ അസംബ്ലിനെയാണ് കാരേജ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ തേർഡ് ലൈൻ വായിക്കാം. പ്രൊവൈഡ്സ് എ ബേസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് കാരേജ്. ടൂള് കാരേജ് അസംബ്ലിയുടെ പാർട്ടായതുകൊണ്ടും ടൂളിനെ വർക്ക് പീസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടും ഈ കാരേജ് അസംബ്ലി എന്തായാലും മൂവ് ചെയ്യണം. അപ്പോൾ ഈ ബെഡ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രൊവൈഡ്സ് എ ബേസ് ഫോർ ദ മൂവ്മെന്റ്. എന്ന് വെച്ചാൽ കാരേജ് അസംബ്ലിക്ക് മൂവ് ചെയ്യാൻ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യുക എന്നതുകൂടിയും ബെഡ് ചെയ്യും. അപ്പൊ ഇതാണ് ബെഡ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ലെഗ് എന്താണെന്ന് നോക്കാം. ലെഗ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലെഗ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലെഗ്സ് എന്ന് പറയുന്നത് ഇവിടെ താഴെ കാണാം നിങ്ങൾക്ക്, ക്യാബിനറ്റ് ലെഗ്. അപ്പൊ ഇതാണ് എന്താ പറയാ ലേത്തിന്റെ ലെഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ലെഗ്സ് ക്യാരി ദ എൻറ്റയർ ലോഡ് ഓഫ് ദ മെഷീൻ. എന്ന് വെച്ചാൽ ഈ ലേത്തിന്റെ എൻറ്റയർ ലോഡും വഹിക്കുന്നത് ഈ ലെഗ്സ് ആണ്. ആൻഡ് ആർ ഫേംലി സെക്യൂർഡ് ടു ഫ്ലോർ ബൈ ഫൗണ്ടേഷൻ. ഈ ലെഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഷീനെ ഫൗണ്ടേഷനായിട്ട് സെക്യൂർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് ആണ്. നമുക്ക് ആദ്യം ഇതൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് ഹെഡ് സ്റ്റോക്ക്. ഇനി നമുക്ക് ഈ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഹെഡ് സ്റ്റോക്ക് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബെഡ്. നമ്മൾ നേരത്തെ പഠിച്ച ബെഡ്, ഈ ബെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഹെഡ് സ്റ്റോക്ക് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് സെർവ്സ് ആസ് ഹൗസിംഗ് ഫോർ ഡ്രൈവിംഗ് പുള്ളീസ്, ബാക്ക് ഗിയേഴ്സ്, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, ലൈവ് സെന്റർ ആൻഡ് ഫീഡ് റിവേഴ്സ് ഗിയർ. അപ്പോൾ ഈ ഡ്രൈവ് പുള്ളി, ബാക്ക് ഗിയേഴ്സ്, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, ഇതിനെല്ലാത്തിനെയും ഹൗസ് ചെയ്യുന്ന ഒരു ഹൗസിംഗ് കൂടിയാണത്. അപ്പോൾ നമുക്കിനി ഈ ഡ്രൈവിംഗ് പുള്ളീസ്, ബാക്ക് ഗിയേഴ്സ്, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, ലൈവ് സെന്റർ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ വർക്കിംഗ് പ്രിൻസിപ്പലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിരുന്നു, ഈ സെന്റേഴ്സ് ആണ് ഈ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. എന്ന് വെച്ചാൽ ഇതാണ് ലൈവ് സെന്റർ, ഇതാണ് ഡെഡ് സെന്റർ. അപ്പോൾ ഈ ലൈവ് സെന്ററിന്റെയും ഈ ഡെഡ് സെന്ററിന്റെയും ഇടയിലാണ് നമ്മുടെ വർക്ക് പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. പിന്നെ സെക്കൻഡ് എന്താണ്, ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വർക്ക് പീസ്
റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലേത്ത് മെഷീനിന് രണ്ട് മൂവ്മെന്റ്സ് ആണ് വേണ്ടത്. ഒന്ന് റോട്ടറി മൂവ്മെന്റും ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റും. അപ്പോൾ റോട്ടറി മൂവ്മെന്റ് കേസിൽ എവിടെ നിന്നാണ് ഈ റോട്ടറി മൂവ്മെന്റ് നമുക്ക് ലഭിക്കുന്നത്? ലേത്ത് മെഷീന്റെ കേസിൽ നമുക്കൊരു ഇലക്ട്രിക്കൽ മോട്ടർ ഉണ്ടായിരിക്കും. അത് പവറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ കറങ്ങും. അപ്പോൾ ഈ മോട്ടറിലുള്ള റോട്ടറി മൂവ്മെന്റിനെ നമുക്ക് ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വേണം. മോട്ടർ ചിലപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ ലേത്തിന്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ പിൻവശത്തൊക്കെ ആയിട്ടായിരിക്കും മോട്ടർ. അപ്പോൾ ഈ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന റോട്ടറി ഫോഴ്സിനെ നമുക്ക് ഇവിടം വരെ എത്തിക്കണം. അപ്പോൾ അതിനുള്ള എന്താ പറയുക പാർട്സ് ആണ് ഈ ഡ്രൈവിംഗ് പുള്ളീസും ബാക്ക് ഗിയേഴ്സും ഹെഡ് സ്റ്റോക്കും സ്പിൻഡിലും ഇതൊക്കെ. അപ്പോൾ ഈ ഇത്രയും ഐറ്റംസ് ഇതെല്ലാം ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ലൈൻ എന്ന് വെച്ചാൽ it serves as housing for driving pulleys, back gears, headstock spindle, live center and feed reverse gear. Next എന്താണ്? The headstock spindle is a hollow cylinder shaft that provides a drive from the motor to work holding device. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ലൈൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ടേംസ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഫംഗ്ഷൻ ചോദിക്കാം. എന്ന് വെച്ചാൽ ഏത് പാർട്ടാണ് ഈ ഇതിനെ ഹൗസ് ചെയ്യുന്നത്, ഹൗസിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഗിയർ ബോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും അല്ലെ ടോർക്ക് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഗിയർ ബോക്സ്. അപ്പോൾ ലേത്തിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ചിലപ്പോൾ ഫിക്സ്ഡ് സ്പീഡായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. പക്ഷേ ലേത്ത് മെഷീൻ്റെ കേസിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേരിയബിൾ സ്പീഡും വേരിയബിൾ ടോർക്കും ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോട്ടറിന് കഴിഞ്ഞിട്ട് ഒരു ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ മോട്ടറിന്റെ ഔട്ട്പുട്ട് ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നതും പിന്നെ ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എന്താ പറയുക ലേത്തിൽ യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഗിയർ ബോക്സ് എന്താണെന്ന് വായിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം ലൊക്കേറ്റ് ചെയ്യാൻ ഗിയർ ബോക്സ് എവിടെയാണ്? ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഈ പോർഷൻ ഒന്ന് മായ്ക്കാം. അപ്പോൾ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഫീഡ് ഗിയർ ബോക്സ്. ഇതാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ വായിക്കാം. ദ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ ഹെഡ് സ്റ്റോക്ക്. എന്ന് വെച്ചാൽ ഹെഡ് സ്റ്റോക്കിന്റെ താഴെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് സൈസ്ഡ് ഗിയേഴ്സ്. ഈ ഡിഫറെന്റ് സൈസ്ഡ് ഗിയേഴ്സ് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് പല സ്പീഡ്സ് ആണ് വേണ്ടത്, പിന്നെ പല ടോർക്സും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഡിഫറെന്റ് സൈസ്ഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് കാരേജ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഇവിടെ ഇമേജിൽ ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെ കാരേജ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാം. ഈ ഇത്രയും പോർഷനെയാണ് നമ്മൾ കാരേജ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ കാരേജ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഇതിന്റെ ലൊക്കേഷനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ആൻഡ് serves the purpose of supporting, guiding and feeding the tool. എന്ന് വെച്ചാൽ against the job during operation. എന്ന് വെച്ചാൽ ലേത്തിന്റെ കേസിൽ വർക്ക് പീസിന്റെ അടുത്തേക്കാണ് നമ്മൾ ടൂൾ പീസിനെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ടൂൾ പീസാണ് വർക്ക് പീസിന്റെ അടുത്തേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ടൂൾ പീസിനെയാണ് വർക്ക് പീസിന്റെ അടുത്തേക്ക് ഫീഡ് ചെയ്യുന്നത്, വർക്ക് പീസിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരേജിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ ടൂളിനെ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, പിന്നെ ഫീഡ് ചെയ്യുക. ഇതാണ് കാരേജിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ദ മെയിൻ പാർട്സ് ഓഫ് കാരേജ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഇമേജിൽ തന്നെ കാണാം. ഈ കാരേജ് അസംബ്ലിയുടെ ഉള്ളിൽ ക്രോസ് സ്ലൈഡ് ഉണ്ട്, കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ട്, ടൂൾ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാരേജ് അസംബ്ലിയുടെ പാർട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാഡിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഈ പർപ്പസും ഫങ്ഷൻസും ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. എന്നുവെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ കീവേഡ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. എന്ന് വെച്ചാൽ ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും എന്താണ്? ഓപ്ഷൻസിൽ ചിലപ്പോൾ കാരേജ്, ബെഡ്, ലെഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ സ്ലൈഡ്സിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടേംസും ലൈൻസും നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സാഡിൽ എന്താന്ന് നോക്കുക. Saddle is an H-shaped casting mounted on top of the lathe. അപ്പോൾ സാഡിൽ എവിടെയാണ്? ഇതാണ് സാഡിൽ. ഞാനിവിടെ ഒരു വട്ടം മാച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ കാരേജ് അസംബ്ലിയുടെ
സാഡൽ. ഇതിനെയാണ് നമ്മൾ സാഡൽ എന്ന് പറയുന്നത്. A saddle is an H-shaped casting mounted on top of latheways. It provides support to cross-slide, compound rest and tool post. അപ്പോൾ സാഡിലിൻ്റെ ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇതൊരു എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ആണ്, മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ ലേത്വേസ്. അപ്പോൾ നെക്സ്റ്റ് കാരേജിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡ് ആണ്. അപ്പോൾ നമുക്കത് ആദ്യം ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഈസ് മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് സാഡിൽ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ മൗണ്ടഡ് ഓർ ഓട്ടോമാറ്റിക് ക്രോസ് മൂവ്മെന്റ് ഫോർ കട്ടിംഗ് ടൂൾ. അപ്പോൾ ഇത് മെമ്മറൈസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് ഇതാ ഇവിടെ നമുക്ക് ലൊക്കേറ്റ്, ഇതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. എ കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിന്റെ മുകളിലാണ്. ആൻഡ് ഈസ് യൂസ് ടു സപ്പോർട്ട് ദ ടൂൾ പോസ്റ്റ് ആൻഡ് കട്ടിംഗ് ടൂൾ. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡിന്റെ മുകളിലാണ്. കോമ്പൗണ്ട് റെസ്റ്റ് ആണ് ടൂൾ പോസ്റ്റിനെയും കട്ടിംഗ് ടൂളിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടൂൾ പോസ്റ്റ് ആണ്. ടൂൾ പോസ്റ്റ് എവിടെയാണ്? ഇതാണ് ടൂൾ പോസ്റ്റ്. ഇനി നമുക്ക് ടൂൾ പോസ്റ്റിന്റെ ലൈൻ വായിച്ചു നോക്കാം. ഈസ് മൗണ്ടഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റിന്റെ മുകളിൽ. അപ്പോൾ ഈ ഓർഡർ ഓർമ്മ വയ്ക്കുക. താഴെ ക്രോസ് സ്ലൈഡ്, പിന്നെ കോമ്പൗണ്ട് റെസ്റ്റ്, പിന്നെ ടൂൾ പോസ്റ്റ്. ഈസ് മൗണ്ടഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ഇറ്റ് റിജിഡ്ലി ക്ലൈംസ് ദ കട്ടിംഗ് ടൂൾ or tool holder at proper height related to the work center line. വർക്ക് എന്ന് പറയുന്നത് വർക്ക് പീസിന്റെ സെൻട്രൽ ലൈനോട് റിലേറ്റീവ് ആയിട്ട്. അപ്പോൾ ഇതാണ് പാർട്സ് ഓഫ് കാരേജ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. കാരേജിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആപ്രൺ ആണ്. നമുക്ക് ആദ്യം അത് ഈ ഇമേജിൽ ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് ആപ്രൺ പ്ലസ് സാഡിൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ആണ് ആപ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആ ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ആപ്രൺ ഈസ് ഫാസ്റ്റൺ ടു ദ സാഡിൽ. എന്നുവെച്ചാൽ ഇത് സാഡിലായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്താ പറയുക ആപ്രൺ പ്ലസ് സാഡിൽ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ സർക്കിൾ ചെയ്ത ഈ പോർഷനിൽ ഇവിടെ ആപ്രൺ പ്ലസ് സാഡിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഇതുകൊണ്ടാണ്, ബിക്കോസ് ആപ്രൺ ഈസ് ഫാസ്റ്റൺ ടു ദ സാഡിൽ ആൻഡ് ഇറ്റ് ഹൗസസ് ദ ഗിയേഴ്സ്, ക്ലച്ചസ് ആൻഡ് ലിവേഴ്സ് റിക്വയർഡ് ടു മൂവ് ദ കാരേജ് ഓർ ക്രോസ് സ്ലൈഡ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഈ കാരേജ് എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ ഇമേജിലേക്ക് നോക്കുക, ഈ ഒരു ഡയറക്ഷനിലും കാരേജ് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഗിയേഴ്സും ക്ലച്ചസും. അപ്പോൾ അതിനെയും കൂടിയും ഹൗസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആപ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ലേത്തിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇമേജിൽ അത് ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെയാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. The tailstock is a movable casting located opposite the headstock on the base of bed. എന്ന് വെച്ചാൽ ബെഡിന്റെ മുകളിൽ, ഇവിടെയാണ് ബെഡിന്റെ മുകളിലും ഓപ്പോസിറ്റ് ടു ഹെഡ് സ്റ്റോക്ക് ഇവിടെയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെയാണ് ടെയിൽ സ്റ്റോക്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ആ ലൈൻ പറയുന്നത്? നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു മൂവബിൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ദ ടെയിൽ സ്റ്റോക്ക് ഈസ് എ മൂവബിൾ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ ടെയിൽ സ്റ്റോക്ക് മൂവബിൾ ആണ്. ഈ ടെയിൽ സ്റ്റോക്കിന് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു വട്ടം മുന്നോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ബാക്കിലോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടെയിൽ സ്റ്റോക്ക് മൂവബിൾ ആണ്, പക്ഷേ ഹെഡ് സ്റ്റോക്ക് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ മൂവ്മെന്റ് എന്തുകൊണ്ടാണ് ടെയിൽ സ്റ്റോക്ക് മൂവബിൾ ആയിരിക്കുന്നത്? അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും കൂടിയിട്ടാണ് നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വർക്ക് പീസിന്റെ ലെങ്ത് ഇത്രയാണെങ്കിൽ, ഇത്രയും ലെങ്ത് ഉള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഇപ്പോഴുള്ള ലൊക്കേഷനിൽ തന്നെയായിരിക്കണം. ഇനി ഒരു പക്ഷേ നമ്മുടെ വർക്ക് പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ ടെയിൽ സ്റ്റോക്ക് എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ ഇരുന്നാൽ ശരിയാവത്തില്ല. അത് മുന്നോട്ട് വന്നിട്ട് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഈ മൂവ്മെന്റ് ആവശ്യം. എന്ന് വെച്ചാൽ വർക്ക് പീസിന്റെ ലെങ്ത്തിനെ സ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ ടെയിൽ സ്റ്റോക്കിനെ മുന്നോട്ടും ബാക്കിലോട്ടും വരാനാണ് ഈ മൂവ്മെന്റ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ലൈൻ എന്താണ് പറയുന്നത്? ദ ടെയിൽ സ്റ്റോക്ക് ക്യാൻ സ്ലൈഡ് അലോങ് ദ ബെഡ് ടു അക്കോമഡേറ്റ് ഡിഫറെന്റ് ലെങ്ത്സ് ഓഫ് വർക്ക് പീസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് ഈ ബെഡിന്റെ ലെങ്ത്തിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും.
ടു അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ലെങ്ത്സ് ഓഫ് വർക്ക് പീസ് എന്ന് വെച്ചാൽ വർക്ക് പീസിൻ്റെ ഏത് ലെങ്ത്തിന് അനുസരിച്ചിട്ടും അതിന് ഫ്രണ്ട് ഇപ്പോൾ വർക്ക് പീസിൻ്റെ ലെങ്ത് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് അതിന് മുന്നോട്ട് പോകാം, വലുതാണെങ്കിൽ അതിനനുസരിച്ച് അതിന് പിന്നോട്ട് വരാം. അപ്പോൾ അതാണ് മീൻ ചെയ്യുന്നത്. എ ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പ് ഈസ് പ്രൊവൈഡഡ് ടു ലോക്ക് ദ ടെയിൽ സ്റ്റോക്ക് അറ്റ് എനി ഡിസൈഡ് പൊസിഷൻ. ഇതാണ് നെക്സ്റ്റ് ലൈൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ ടെയിൽ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ആ പൊസിഷനിൽ വെച്ച് നമുക്കത് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനാണ് എ ടെയിൽ സ്റ്റോക്ക് clamp is provided to lock the tailstock at any desired position. അപ്പോൾ അതാണ് ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടെയിൽ സ്റ്റോക്കിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നെക്സ്റ്റ് ലൈൻ എന്താണ്? ദ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡൽ ഹാസ് ആൻ ഇന്റർണൽ ടേപ്പർ ടു ഹോൾഡ് ദ ഡെഡ് സെന്റർ ആൻഡ് ദ ടേപ്പേർഡ് ഷാങ്ക് ടൂൾസ് സച്ച് ആസ് റീമേഴ്സ് ആൻഡ് ഡ്രിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഈ പോർഷൻ ഒന്ന് എറേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നോക്കുക ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഡെഡ് സെന്റർ എന്നാണ്. ഈ ഡെഡ് സെന്റർ എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? ടെയിൽ സ്റ്റോക്കിന്റെ സെന്ററിൽ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇവിടെ ഡെഡ് സെന്റർ ആണ്. ഇപ്പോൾ റീമിംഗ് എന്ന ഓപ്പറേഷന്റെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോ ഒരു വട്ടം കൂടി നോക്കുക. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം എന്ന് വെച്ചാൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് പീസിന്റെ നടുവിലേക്ക് നമ്മളൊരു ടൂള് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ടൂള് ആ ഒരു പർട്ടിക്കുലർ റീമിംഗ് ഓപ്പറേഷനിൽ ആ ടൂള് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ ടെയിൽ സ്റ്റോക്കിന്റെ ഇവിടെ ഡെഡ് സെന്ററിനെയും മൗണ്ട് ചെയ്യാം. അപ്പോൾ റീമിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡെഡ് സെന്റർ മാറ്റിയിട്ട് അവിടെ റീമിംഗ് ടൂള് മൗണ്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ലൈൻ പറയുന്നത് ദ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡൽ ഹാസ് എ ഇന്റർണൽ ടേപ്പർ ടു ഹോൾഡ് ദ ഡെഡ് സെന്റർ. എന്ന് വെച്ചാൽ ഇതിന് ഡെഡ് സെന്ററിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടേപ്പേർഡ് ഷാങ്ക് ടൂൾസ് സച്ച് ആസ് റീമേഴ്സ് ആൻഡ് ഡ്രിൽസ്. ഇത് നമ്മൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ലേത്ത് മെഷീന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലേത്ത് മെഷീൻ വെച്ചിട്ട് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് വരാൻ പോകുന്ന വീഡിയോസിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ലേത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്താണ് അതിൻ്റെ പാർട്സ്, എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് ലേത്ത് വെച്ചിട്ട് പോസിബിൾ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി ഉടൻ കാണാം. ബൈ.